فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ വളരെ പുണ്യ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിന് ശേഷം നാം നമ്മുടെ നോമ്പിനെക്കുറിച്ച്, അനുബന്ധ കർമ്മങ്ങളെക്കുറിച്ച് ഒരു വിശകലനം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല രൂപത്തിൽ ബാക്കി ഉണ്ടാകണമെങ്കിൽ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വജ് ഉദ്ദേശിച്ച് കഠിനാധ്വാനം ചെയ്ത് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞു പോകും, ഒന്നും ബാക്കിയില്ലാതെ. അതുകൊണ്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്തണം, മുതലാക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകണം. 2, അതിനുള്ള കഠിനാധ്വാനം ഉണ്ടാകും, ബോധപൂർവമായ ശ്രമം. വെറുതെ ഒഴുക്കിൽ നിന്ന് കൊടുക്കുന്ന പോലെ അല്ല, മറിച്ച് ബോധപൂർവമായ ശ്രമം ഉണ്ടാകും. 3, അതിനുള്ള തൗഫീഖിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർക്കുക, നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ഇതുപോലെ റമദാനിൽ കഴിയുവാനും നോമ്പനുഷ്ഠിക്കുവാനും അനുബന്ധ കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉണ്ടായിരുന്ന ചില മനുഷ്യരെങ്കിലും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാൻ വരെ നമ്മൾ എത്ര മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കാം. ചിലത് മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പ്രാർത്ഥിച്ചിട്ടുണ്ടാവും വിദൂരത്ത്. അതിൽ നമ്മളും പെടാമായിരുന്നു. പെട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റബ്ബ് നിശ്ചയിച്ച സമയം നമുക്കായിട്ടില്ല. അതുകൊണ്ടാണ്. അവസരം ഒന്നുകൂടെ തന്നുവല്ല, പരമാവധി ധന്യമാക്കുക. നമ്മുടെ കൂടെ ഈ വർഷം റമദാൻ ആരംഭിച്ച തന്നെ ചില മനുഷ്യർ മരണപ്പെട്ടു ഇതിനിടയ്ക്ക്. അതിനാൽ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നന്നായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തണം. പിന്നീടൊരു ഖേദം തോന്നാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. നന്നായിട്ട് ഒരു ബോധപൂർവമായ ശ്രമം നടത്തണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആദർശ വിശുദ്ധി എന്നതാണ് ഇന്ന് സംസാരിക്കേണ്ട വിഷയം. നേരത്തെ സൂചിപ്പിച്ച പോലെ പുടിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മദനിമാരാണ് ആ സ്ഥാപനത്തിൻ്റെ സന്തതികൾ. കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പിൽ നമുക്ക് സ്ഥിരമായൊരു വരുമാനമില്ലാത്തതിനാൽ നാം എടുക്കാറുള്ള കലക്ഷനിലൂടെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ കലക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പക്ഷെ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയെ അയക്കാനോ ഒന്നും കഴിയാത്തവരുണ്ടാവും കുറേ ആളുകൾ. അതിന് പകരമായെങ്കിലും ഒരു കുട്ടിക്ക് ഏകദേശം ഒരു വർഷം ഒരു 40,000-45,000 രൂപ ചെലവ് ഹോസ്റ്റലില്. അപ്പൊ നമ്മോട് കഴിയുന്ന ഒരു എമൗണ്ട് അതിലേക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നാടിന്റെ പല ഭാഗത്തും അവിടെ പഠിച്ചു കൊടുക്കുന്ന കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഖുതുബക്ക് സ്ഥിരമായി പോകുന്ന മക്കളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ മക്കൾക്ക് ഹോസ്റ്റലിലുള്ള സൗകര്യം ചെയ്യാനാണ് എല്ലാവരും കഴിയുന്ന പോലെ സംഭാവന ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ ആദർശം, നാം മുജാഹിദുകളാണ്. മുജാഹിദുകളുടെ ആദർശം എന്ത് എന്ന് ഇവിടെ പുതുതായി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അത് നാം ഒന്ന് ഉറപ്പുവരുത്തുകയും അതിൽ മാലിന്യം കയറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് അതിശക്തമായി ആ രംഗത്ത് ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ എല്ലാവരെയും പരിശോധിച്ചാൽ എല്ലാവരും പരലോകത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അഥവാ സ്വർഗം ലഭിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിന്റെ വഴി ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറത, ആര് പരലോകം ഉദ്ദേശിക്കുകയും, പരലോകം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പരലോകത്തെ സ്വർഗത്തിൽ എത്തലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അതാണ് പരലോകം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരലോകം അഥവാ പരലോകത്തെ വിജയം ഒരാൾ ഉദ്ദേശിക്കുകയും എന്നിട്ട് അതിന് വേണ്ട, ആ വാചകം ശ്രദ്ധിക്കണേ, അതിനു വേണ്ട പരിശ്രമം നടത്തുകയും ചെയ്യുന്നതാരോ വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് നടത്തുന്നുവെങ്കിൽ അവരുടെ പരിശ്രമം അത് സ്തുത്യർഹമാണ്, നന്ദി അർഹിക്കുന്നതാണ്, പ്രതിഫലാർഹമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തിൽ എത്തണം എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് എന്ത് പ്രവർത്തിക്കണം? എന്തെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ട് അവിടെ എത്തൂല. ഈ ഫാൻ ഇത് കറങ്ങണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം. ഏതെങ്കിലും സ്വിച്ച് ഇട്ടുകൊണ്ട് ഈ ഫാൻ കറങ്ങൂല. അതിന്റെ സ്വിച്ച് ഏതാണോ അതെന്നെ ഓൺ ചെയ്യണം, വേണമല്ലോ. ആ സ്വർഗത്തിൽ എത്താൻ അതിന് വേണ്ട മാർഗം ഏതാണ്? അതാണ് അതിന് വേണ്ട പരിശ്രമം ഏതാണോ അത് നടത്തണം. അതും എങ്ങനെ? വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായും കൊണ്ട് നടത്തുന്നുവെങ്കിൽ അവരുടെ പ്രവർത്തനം അത് സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ് എന്ന്. ഇതിന് തിരിച്ചൊരർത്ഥമുണ്ട്. എന്താണത്? ഒരാൾ സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നിട്ട് ഏതോ പരിശ്രമം, അവന് തോന്നിയ ഒരു പ്രവൃത്തി അത് ചെയ്യുന്നു, അയാൾക്കത് കിട്ടുമോ? ഇല്ല. ഇതാണ് ഇതിനർത്ഥം. അപ്പൊ എന്താണോ അത് ചെയ്യണം, അതും വഹുവ മുഅ്മിൻ, വിശ്വാസിയായി കൊണ്ട് ചെയ്യണം. ഇനി ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വസഅ ലഹാ സഅയഹ എന്നതിനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഐ മുതാബഅത്തു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ചെയ്യണം. അപ്പോഴേ എന്താകുള്ളൂ? ഒരു കാര്യം ദീനാകുള്ളൂ, ദീനീയായ അമലാവുള്ളൂ. അപ്പോഴേ ആ ചെയ്യുന്ന ആള് തന്റെ ഉദ്ദിഷ്ട സ്ഥാനം, തന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുകയുള്ളൂ. അതേതാണ്? സ്വർഗമാണ്. അപ്പോ നമ്മുടെ ആദർശം അതാണ്, വിശ്വാസിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആദർശം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നാം ഇന്നും എത്രയോ ദുആ ചെയ്തു. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അതേതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾ നേരായ വഴിയിൽ, നേരായ മാർഗത്തിൽ വഴി നടത്തണേ അല്ലാ. ഏതാണ് മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല അല്ലാ, വലദ്ദാല്ലീൻ, വഴി തെറ്റിയവരുടെയും മാർഗത്തിലല്ല അല്ലാ,
നീ തൃപ്തിപ്പെട്ടവരുടെ മാർഗത്തിൽ വഴി നടത്തണേ. ആരാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ? അത് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ومن يطع الله سورة النساء ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ومن يطع الله والرسول അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആർ അനുസരിക്കുന്നുവോ ഫഉലൈക അവർ ആര്? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നവർ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് സ്വർഗ്ഗത്തിൽ. നേരത്തെ പ്രാർത്ഥിച്ച എന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആരാണ് ഇവർ? ഇവിടെ വിശദീകരിക്കേണ്ടത്. فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ഈ അമ്പിയാക്കളുടെ, സുദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെയാണ് അവർ സ്വർഗ്ഗത്തിൽ. വഹസുന ഉലൈക റഫീഖാ അവർ സ്വർഗ്ഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ്. ഇതാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ നമ്മുടെ ആദർശം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആശയം, അതിന്റെ മർമ്മം യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ശിർക്ക് കലരാത്ത വിശ്വാസം. ശിർക്ക് കലരാത്ത വിശ്വാസം, അത് ശരിക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ശിർക്കിന്റെ ലാഞ്ചനയില്ലാത്ത വിശ്വാസം. എന്താണെന്നറിയോ? നമ്മൾ ഇത് ഇത്ര മഹത്വത്തോടെ പറയാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്താൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്താൽ, ഇതാ ഈ റമദാനിൽ നോറ്റുകൊണ്ടിരിക്കുന്ന നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കൂല. ദീർഘമായി നിസ്കരിച്ചു നാം മാത്രമല്ല, ഈ ലോകത്തെ മുസ്ലിമീങ്ങൾ, കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നിസ്കരിച്ചു. ഇനി നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് അല്ലേ? അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ആ മനുഷ്യന്റെ നോമ്പെന്നല്ല, നമസ്കാരമെന്നല്ല, സ്വതക്ക എന്നല്ല, ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. സൂറത്തുൽ സുമറിലെ 65-ാമത്തെ ആയത്ത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയേ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹു ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് ഒഴിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടല്ല, ശിർക്കിന് ഇത്ര ഗൗരവം ഉണ്ട് എന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തന രംഗത്ത് ഇത് നമ്മൾ പ്രഥമ സ്ഥാനം കൊടുക്കാൻ കാരണം എന്താണ്? ഇതാണ് നമ്മുടെ നാട്ടിൽ വേറെ കുറെ പല ദഅവത്ത് നടക്കുന്നുണ്ട് അല്ലേ? നിസ്കരിക്കാൻ ആളുകളെ വിളിക്കുന്നുണ്ട്, നല്ലതല്ലേ? കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന, ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിന് പിന്തിരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഓക്കെ, നല്ലത്. പക്ഷെ അവിടെയൊക്കെ ഇതിന്റെ ശിർക്ക് എന്ന് പറയുന്ന വലിയ ദോഷത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് നാം ചെയ്യുന്നത്. ഇനി ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ശിർക്ക് ചെയ്തു, ആ മനുഷ്യന്റെ ഒരു അമൽ അല്ലാഹു എടുക്കില്ല, സ്വീകരിക്കില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടല്ല ഈ പറയുന്നത്. ശിർക്കിന്റെ ഗൗരവം ഇത്രയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. ഇനി ഒരാൾ ശിർക്കോടെ മരിച്ചുപോയി, ആ മനുഷ്യൻ ശാശ്വതമായി നരകത്തിലാണ്. ഒരിക്കലും സ്വർഗത്തിലേക്ക് അയാൾക്ക് എത്താൻ കഴിയില്ല. നരകത്തിൽ ഒരു മോക്ഷം ആ മനുഷ്യൻ ഉണ്ടാകില്ല. അല്ലാഹു പറഞ്ഞു സൂറത്തു അൽ മാഇദയിൽ 72-ാമത്തെ ആയത്ത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ആര് അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നോ ആ മനുഷ്യന് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കും, പിന്നെ അവന്റെ സങ്കേതം നരകമാണ്. അതുകൊണ്ട് ഇത്ര ഗൗരവമുണ്ട് ഈ വിഷയത്തിന് എന്നുള്ളതിനാൽ ശിർക്ക് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം.
നോക്കൂ, ആ രംഗത്തൊരു ജാഗ്രത ഉണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാലോ, ശിർക്കിനെതിരെ ശക്തമായി നിലകൊണ്ട ഒരു പ്രവാചകനാണ്. അതിന്റെ പേരിൽ അക്ഷരാർത്ഥത്തിലെ അഗ്നി പരീക്ഷ ഏൽക്കേണ്ടി വന്ന പ്രവാചകനാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹ്, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നീ അകറ്റി നിർത്തണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ജാഗ്രതയാണത്. ലുഖ്മാനുൽ ഹകീം തന്റെ മോനെ വിളിച്ചോണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, നീ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യല്ലേ, അത് ഏറ്റവും ഗുരുതരമായ ദുൽമാണ്, അക്രമമാണ്. നോക്കൂ, മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തിന് തൊട്ടു മുമ്പ് തന്റെ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിക്കുന്നു. എല്ലാവരെയും അടുത്ത് വരി മക്കളെ വിളിക്കുകയാണ്. തന്റെ മക്കളൊക്കെ ചുറ്റുവാകുണ്ട്, മരണാസന്നമായി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം വിശുദ്ധ പറയുന്നുണ്ട്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. അല്ല, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണമാസന്നമായപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നമ്മളുണ്ടായിരുന്നോ? ഇല്ല. റസൂലുള്ളാഹി ഉണ്ടായിരുന്നോ? ഇല്ല. സ്വഹാബത്ത് ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ അങ്ങനെ പറഞ്ഞത് നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നടന്നൊരു വലിയ സംഭവം കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് ഖാല ലിബനീഹി, അദ്ദേഹം മക്കളോട് ചോദിച്ചു, മക്കളെ, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും? ആരാധിക്കും? മക്കളുടെ മറുപടി എന്താ? ഖാലു നഅബുദു ഇലാഹക وإله آبائك إبراهيم وإسماعيل وإسحاق إله واحدا ونحن له مسلمون. മക്കള് ഏകസ്വരത്തിൽ പറയാണ്. എന്താണ്? നഅബുദു ഇലാഹക വഇലാഹ ആബായിക്. നിങ്ങൾ ആരാധിച്ച ഇലാഹിനെ, നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്ന ഈ പൂർവികർ അവരാരാധിച്ച ഇലാഹിനെ, ഇലാഹ വാഹിദ, ഏക ഇലാഹിന, അവനെ ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ അല്ലാഹുവിന് കീഴടങ്ങിയവരായിരിക്കും എന്ന്. ആ വാപ്പാക്ക് അത്ര സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നമുക്കും വേണ്ടേ? നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിലെ ആളുകൾ, ഈ ആളുകൾ ഇതിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് അല്ലാഹുവിന് ശിർക്ക് ഉണ്ടാകരുത്. ശിർക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ദീർഘമായ തറാവീഹ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇരിക്കുന്നത്. ചുരുക്കി മാത്രം പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നത് ഇതിന്റെ കാതലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ലാഹു പറഞ്ഞല്ലോ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബിയെ, നിങ്ങൾ പറ, ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോടേ ഞാൻ പ്രാർത്ഥിക്കും, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കൂല. ഞാൻ വേറെ ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് പങ്കു ചേർക്കലാണ്, അപ്പണി ഞാൻ ചെയ്യൂല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, രോഗമുണ്ടായി, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായി, ശത്രുക്കളെ കണ്ടുമുട്ടിയ ഭീഭത്സരംഗങ്ങളുണ്ടായി. ഈ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആരെയൊക്കെ വിളിക്കുക? ആദ്യം വിളിക്കും ബദരീങ്ങളെ. ബദരീങ്ങളെ നേതാവാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ റമദാൻ 17 ആയാലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ്. അതില് ഒന്ന്, അന്നൊരു പ്രത്യേക ദിനം ആചരിച്ച് വിധേയത്ത്. അതിന്റെ പുറമെ ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള സഹായത്തേട്ടം, ഇസ്തിഗാഹ എന്നുള്ള ഓമന പേരിടും. എന്നാലേ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ആളുകൾ ഉണ്ടാകും, അയൽവാസികൾ ഉണ്ടാകും. ഒരു മെസ്സേജ് പാസ് ചെയ്യണം. എന്ത്? സഹോദര, ബദരീങ്ങളെ സ്നേഹിക്കണം, തർക്കമില്ല. പക്ഷേ ആ ബദർ ശുഹദാക്കളുടെ ആശയം സ്വീകരിക്കണ്ടേ? ആ ബദർ ശുഹദാക്കൾക്ക് ഇപ്പൊ നിനക്കുണ്ടായ ജീവിതത്തിലൊരു പ്രയാസം, ആ പ്രയാസം ഉണ്ടായപ്പോഴാണോ നീ ബദരീങ്ങളെ വിളിച്ചത്? അതിലും വലിയ പ്രയാസം ആ ബദരീങ്ങൾക്ക് ഉണ്ടായി. എന്തേ? അവരുടെ 3 ഇരട്ടി വരുന്ന ആളുകളുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അതും അവർ യുദ്ധത്തിനൊരുങ്ങി വന്നവരല്ല. ബദരീങ്ങൾ യുദ്ധത്തിന് വന്നവരല്ല. അവർ
അവർ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതായിരുന്നു. ആ ബദർ ശുഹദാക്കള് ആ ഒരു ഘട്ടത്തിൽ ആയുധമില്ലാത്ത, ആൾബലമില്ലാത്ത ആ ഘട്ടത്തിൽ അവർ വിളിച്ച് സഹായം ചോദിക്കുന്നു. ആരോട്? അള്ളാഹിനോട്. സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്ത്, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി, അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000-ഓളം വരുന്ന മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന്. നോക്കൂ, ആ ഒരു ഭീഭത്സമായ ഘട്ടമാണ്. ആ സമയത്ത് ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. എന്നിട്ടോ അല്ലാഹ് മലക്കുകളെ സഹായിക്കുന്നു. ചോദിച്ചത് അല്ലാഹുവിനോടാണ്, മലക്കോടല്ല. ചോദിച്ചത് അള്ളാഹിനോടാണ്. മലക്ക്, ജിന്ന്, മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് ഗൈബിയാണ്, അദൃശ്യമായ ലോകമാണ്. നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ചോദിക്കുന്നത് ഗൈബിയായ നിലക്കേ ചോദിക്കാൻ കഴിയും. നമ്മുടെ കൂടെ ജിന്നുണ്ട്, മലക്കുണ്ട്, അതിനോട് പോലും ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് ഗൈബിയായ നിലക്കേ ചോദിക്കാൻ കഴിയും. വഹയിലൂടെ മാത്രമേ അവരെ കുറിച്ചുള്ള വിവരം കിട്ടൂ. അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്, ഉറപ്പിക്ക, സംശയമില്ലാതെ. ശരി, ആ നിലക്ക് അള്ളാഹുവോടാണ് ചോദിച്ചത്. ചോദിച്ചപ്പോൾ അള്ളാഹു തആല ഇങ്ങനെ സഹായിച്ചു. നോക്കൂ നമ്മള്. അപ്പോ ആ ഒരു ഭീഭത്സ ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടായപ്പോ അവർ ചോദിച്ചത്, സഹായം ചോദിക്കുന്നത് ആരോടാണ്? അള്ളാഹിനോടാണ്. നമ്മുടെ നാട്ടിലോ ഒരാൾ റോഡ് കൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ഡ്രൈവർ എന്തോ ഒരു വഫലത്തിൽ വണ്ടി റോങ് സൈഡിൽ ഇയാളെ മുന്നിക്കട് വന്നു. ബദരീങ്ങൾ ഒറ്റ വിളിയാണ്. ആ ബദരീങ്ങൾ കയ്യിലും വലിയ പ്രയാസം ഉണ്ടായപ്പോ അവർ ചോദിച്ചതാരോടാ? അല്ലാഹ്. ഈ മാർഗല്ലേ എടുക്കേണ്ടത്, ഈ റൂട്ടിലല്ലേ നമ്മുടെ വിശ്വാസം ചിട്ടപ്പെടുത്തേണ്ടത്. അതാണ് അങ്ങനെ. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മുടെ കൗമ് പറയുന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ അത്, അല്ലെങ്കിൽ ബദരികളോട് ചോദിച്ചാൽ ശിർക്ക്, എന്നാൽ ഡോക്ടറെ അടുത്ത് പോയാലോ? ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോയാലോ? ആ ഡോക്ടർ അരികിൽ പോകുന്നത് അല്ലാഹു തആല ഇവിടെ നിശ്ചയിച്ചൊരു കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലാണ്. ആ ഡോക്ടർ മരിച്ചുപോയത് മുമ്പ് നമ്മൾ പലവട്ടം പല ചികിത്സ തേടി അയാളത്ത് പോയിട്ടുണ്ട്. പക്ഷെ അയാൾ മരിച്ചുപോയി. ഇനി രോഗം വന്നാൽ ആ ഡോക്ടറോട് ചോദിക്കോ നമ്മള്? ഇല്ല. എന്തെന്നാ മുമ്പ് ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. അതെന്തേ? അന്ന് അയാൾ ഈ ബന്ധത്തിന് ഉള്ളിൽ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഈ ബന്ധത്തിന് പുറത്താണ്. ബദരീങ്ങൾ ഈ ബന്ധത്തിന്റെ പുറത്തല്ലേ? മുഹീദ്ദീൻ ഷേഖ് ബന്ധത്തിന്റെ പുറത്തല്ലേ? റസൂലുള്ളാഹി ബന്ധത്തിന്റെ പുറത്തല്ലേ? ഇത് നമ്മുടെ കൗമിന് മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് നമ്മുടെ ധർമ്മം, നമ്മുടെ ഡ്യൂട്ടി. അത് ക്ലിയർ ആയി തീരും. അതുകൊണ്ട് ആ ഒരു കൃത്യത നാം അത് സ്വീകരിച്ചവരാണ്. സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്. എന്താണ്? ലോകത്ത് വന്ന പ്രവാചകന്മാർ അഖിലവും പ്രാർത്ഥിച്ചത് അല്ലാഹു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ എടുത്തു ഒക്കെ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി, അല്ലാഹുവിനോട് മാത്രം. ഡെയിലി ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്ന സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ഒക്കെ ഈ പറഞ്ഞ അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന റബ്ബി എന്ന് പറഞ്ഞ് അല്ലാഹുവിനോടാണ്. ഈ ഒരു കൃത്യത അതാണ് ഇന്ന് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത്, നാം സ്വീകരിച്ച് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത്. ശരി, ആ നിലക്ക് അള്ളാഹ്, ഞാൻ നിർദ്ദേശിക്കുന്നില്ല, ആ നിലക്ക് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ആദർശത്തിന്റെ മർമ്മം. ഇനി മുഹമ്മദ് റസൂലുള്ളാഹിയാണ് ഇതിന്റെ തൊട്ടടുത്ത് വരുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദിന്റെ വിശ്വാസം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ദീനായി പഠിപ്പിച്ചതേ ഞാൻ ദീനായി ചെയ്യൂ. ഇതാണ് അവിടുന്ന് ദീനായി പഠിപ്പിച്ചതേ ഞാൻ ദീനായി ചെയ്യൂ. അല്ലാഹ് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ,
വല്ല വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അത് മടക്കണം. എന്നാൽ അള്ളാഹിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ അനുസരിക്കണം. മതവിഷയത്തിൽ വല്ല തർക്കം ഉണ്ടായാൽ അതെങ്ങനെ മടക്കണം? അള്ളാഹുവിലേക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കണം. അവിടെ മതവിഷയം, ദുനിയാവിന്റെ വിഷയത്തിൽ പല തർക്കം ഉണ്ടാകില്ല. നമ്മളിങ്ങനെ നമ്മുടെ വീട് ഇങ്ങനെ വിചാരിച്ചോളൂ, അതിന് മുന്നോട്ട് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അപ്പൊ ഗേറ്റ് അവിടെ വെക്കണോ, ഇവിടെ വെക്കണോ, പുറത്ത് വെക്കണോ? ഭാര്യക്കൊരു അഭിപ്രായം, ഭർത്താവിന് വേറെ അഭിപ്രായം, കുട്ടിക്ക് വേറെ അഭിപ്രായം, തർക്കമായി. ഇത് ഖുർആൻ സ്വന്തം പഠിക്കാൻ കിട്ടുമോ? അത് ദുനിയാവിന്റെ വിഷയമാണ്. അതിന് വിരോധമില്ലാത്തൊക്കെ നമുക്ക് അനുവദനീയം. വിരോധിച്ചിട്ടില്ലേ ഏതും ചെയ്യാം. അത് നമ്മൾ സൗകര്യം പോലെ ഏതാണോ സൗകര്യം ചെയ്യാം. ദീനിൽ അങ്ങനെ വിരോധിക്കപ്പെടാതെ ചെയ്യാം എന്നില്ല. ദീനിൽ ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ അത് ചെയ്യാൻ തെളിവാണ്, ഇല്ലെങ്കിൽ പാടില്ല എന്നാണ്. അസ്ലിയായിട്ട് ദീനിൽ പാടില്ല എന്നാണ്. തെളിവുണ്ടോ ചെയ്യാം. ദുന്യാവിന്റെ വിഷയത്തിലോ ചെയ്തോളി, ഏത് ചെയ്തോളി, വിരോധിക്കപ്പെടാതൊക്കെ ചെയ്തോളി. വിരോധിക്കപ്പെട്ടേ പറ്റൂല. നമ്മൾ ഇന്ന് കഴിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും നോമ്പറന്ന് അല്ലേ? കുറെ പൊരിച്ച കടിയൊക്കെ ഉണ്ടല്ലോ അവിടെ, സമൂസ, കട്ട്ലറ്റ്, ഇതൊക്കെ റസൂൽ കഴിച്ചിട്ടുണ്ടാവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവോ? സമൂസ റസൂൽ ഉണ്ടാവോ? ഒരാൾക്ക് ഞാൻ കൈ പിടിച്ചാൽ പറയാം അല്ലാത്ത വിധേയത്താവോ? റസൂൽ തിരിഞ്ഞല്ലോ ഇല്ല. അത് വിലക്കപ്പെട്ട ഭക്ഷണമാണോ? എന്നാ പറ്റൂല. അല്ലേ കഴിക്കാം. ഓരോന്ന് സമൂസ, കട്ട്ലേറ്റ്, മറ്റത് മറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാ ദീനിലോ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അത് തെളിവുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പള്ളിക്കര കയറി വന്നു, നേരെ വന്നിരിക്കാൻ പാടില്ല. 2 റക്അത്ത് നിസ്കരിക്കണം തഹയ്യത്ത്. എന്താ കാരണം? തെളിവുണ്ട്. സുബഹിന്റെ മുമ്പുള്ള വളരെ പ്രാധാന്യമുള്ള 2 റക്അത്ത് നിസ്കാരം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു? തെളിവുണ്ട്. അല്ല രാവിലെ എണീറ്റ് പല ഉന്മേഷം നിസ്കരിക്കാനല്ലത്, തെളിവുണ്ട്. അപ്പൊ ദീനാണോ? അതിന് തെളിവുണ്ടാകണം, ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, എന്ത്? നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ടോ? തെളിവില്ല. ഈ പറഞ്ഞ റമദാൻ 17 ബദരീകൾ ആണ്ടെന്നോ മറ്റോ പറഞ്ഞ് നടത്താൻ തെളിവുണ്ടോ? ഒക്കെ ദീനായിട്ട് ചെയ്യുന്നത്. തെളിവുണ്ടോ? തെളിവില്ല. ഇതാണ് വിഷയം. നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന തെളിവുണ്ടോ? തെളിവില്ല. ഇതാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തത്. മരിച്ചോട്ടൊരു ഖുർആൻ പാരായണം എന്താ നമ്മൾ ചെയ്യാത്തത്? ചെയ്യാൻ തെളിവില്ല. ദീനല്ലേ? ചെയ്യാൻ തെളിവാണ്, തെളിവില്ല. എന്നാ മയ്യത്ത് കുളിപ്പിക്കൽ ദീനല്ലേ? ദീനാണ്. തെളിവുണ്ടോ? തെളിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യൽ ദീനല്ലേ? ദീനാണ്. ചെയ്യാൻ തെളിവുണ്ടോ? തെളിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മയ്യത്ത് നിസ്കാരം ദീനല്ലേ? സംഗതി ആണ്. അപ്പൊ ഈ തെളിവാണ്ടേ? വേണം. തെളിവുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മരിച്ചോട്ടര് ഖുർആൻ പാരായണം, യാസീനൊന്നും നടത്തുന്നില്ല. എന്തുകൊണ്ട്? ദീനായിട്ടല്ലേ ചെയ്യണത്? ആണ്. അപ്പൊ അവിടെ തെളിവ് വേണ്ടേ? വേണം. തെളിവുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മയ്യത്ത് കൊണ്ടുപോ ഒരു ദിക്റല്ലേ? പറയുമ്പോ കേൾക്കുമ്പോ രസമാണ്. അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഇപ്പൊ കുഴപ്പം? മയ്യത്തിനൊപ്പം അങ്ങനെ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഒഴുക്കും കിട്ടുമല്ലോ, ഒരു ഓളം. പുതിയ ഭാഷ പറഞ്ഞ ഒരു ഓളം കിട്ടുമല്ലോ അല്ലേ? ദീനായിട്ടാ ചെയ്യണത്. അപ്പൊ തെളിവാണോ? തെളിവുണ്ടോ? ഇല്ല. പിന്നെ അതിന് ന്യായം എന്താ? നല്ലതല്ലേ? അങ്ങനെ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഈ ദീനിന്റെ എന്താ അസലുള്ളത്? നമുക്ക് കുറച്ച് ആൾക്കാർക്ക് നല്ലതൊന്നും നമ്മൾ ഉണ്ടാക്കുക, അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഓർക്കും നല്ല ഉണ്ടാക്കുക, ഇപ്പുറത്തുള്ള ഒരു നല്ല. എന്ത് ദീന പിന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയാണ്, ആരെങ്കിലും മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ഇസ്ലാമിൽ പുതിയൊരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്തെ കണ്ട് പഠിച്ചിട്ടില്ലാത്ത പുതിയൊരു കാര്യം ദീനിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്തം, ഒരു ദൗത്യം, ഒരു മിഷൻ ഉണ്ട്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്.
കാരണം അല്ലാഹു തആല പറയുന്നുണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫമാലം യകുൻ യൗമഇദിൻ ദീന ലാ യകൂനു യൗമ ദീന, അതുകൊണ്ട് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. അന്ന് ഇതാണ് ഇതിന്റെ ബേസ്. അന്ന് ദീനാണോ ഇന്ന് ദീനാണ്, അന്ന് ദീനല്ലേ ഇന്ന് ദീനല്ല. ഇതാണ് ഇതിന്റെ ബേസ്, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ദീനാണോ, ഓക്കെ എന്ന് ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ അന്ന് ദീനാണ്, സ്നേഹിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് അന്ന് ദീനാണ്, നാം സ്നേഹിക്കുന്നുണ്ട്, നാം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം അന്ന് ദീനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനല്ല, സ്വഹാബത്തിന്റെ കാലത്ത് ദീനല്ല. അത് 300-400 കഴിഞ്ഞിട്ട് ഷിയാക്കൾ ഉണ്ടാക്കിയ പുതിയ ആചാരം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അന്ന് ദീനായ സ്വലാത്ത് നാം ചൊല്ലുന്നുണ്ട്, സ്നേഹിക്കൽ നാം നടത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ബിദ്അത്ത് ചെയ്ത മനുഷ്യന്റെ അവസ്ഥ, പരലോകത്തെ അവസ്ഥ എന്താണെന്നറിയോ? ആ മനുഷ്യന് ഒന്ന് ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ, നരകത്തിലേക്ക്. 2, ആ ഹൗലുൽ കൗസർ അരികെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കും ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തീങ്ങൾ നാളെ പരലോകത്ത് വരും. എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ഹൗലുണ്ട്. എന്റെ ഉമ്മത്തിൻ്റെത്, എന്റേത് ഹൗലുൽ കൗസറാണ്. ഞാൻ അതിന് എന്റെ ഉമ്മത്തിന് വെള്ളം മുക്കി കൊടുക്കും. പക്ഷേ ഇങ്ങോട്ട് വരാൻ കഴിയാതെ, ഈ വെള്ളം സ്വീകരിക്കാൻ കഴിയാതെ, അത് കുടിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എന്റെ ഉമ്മത്തീങ്ങൾ ഉണ്ടാകും അവിടെ. ഞാൻ പറയും, അവർക്ക് തടയപ്പെടുകയാണ്. ഞാൻ പറയും, അല്ലാഹുവേ ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, എന്റെ സമൂഹമാണ്. വന്നോട്ടെ, കൊടുത്തോട്ടെ, കുടിച്ചോട്ടെ, ദാഹം മാറ്റിക്കോട്ടെ എന്ന്. അപ്പൊ അല്ലാഹ് പറയും, റസൂലേ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റൂല. കാരണം ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, അങ്ങയുടെ വഫാത്തിന് ശേഷം എന്തെല്ലാമാണ് അവർ ഈ മതത്തിൽ കടത്തിക്കൂട്ടിയത് എന്ന്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയില്ല റസൂലേ. കുറെ മുഹ്ദസാത്ത്, കുറെ പുതിയ കാര്യങ്ങൾ ഈ ദീനിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കിത് കൊടുക്കാൻ പറ്റില്ല, അവർക്കിത് കുടിക്കാൻ പറ്റില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയത്തെ മനുഷ്യന്മാരെ സുഹഖൻ സുഹഖാ, പുറത്ത് നിന്ന് ആട്ടിയോടിക്കും, അകലപ്പോ എന്ന് പറഞ്ഞ ആട്ടിയോടിക്കും വിദഅത്ത് ചെയ്ത മനുഷ്യന്മാരെ. അതുകൊണ്ട് ഈ സംഗതി നമ്മുടെ മനസ്സിൽ നടപ്പതാ. ഞാൻ പറഞ്ഞല്ലോ, റമദാൻ 17 ആയാൽ ഈ ബദർ ശുഹദാക്കളെ സ്നേഹിക്കാനാണ് പേര്. പക്ഷെ ആ പേരിൽ എന്ത് ചെയ്യും? പുതിയതുണ്ടാക്കും. റമദാൻ 17-ന് ബദർ യുദ്ധം നടന്നു എന്നുള്ളത് ശരിയാണ്. ഈ റമദാൻ മാസം ഹിജ്റ 2-ാം വർഷത്തിൽ റമദാൻ 17-നാണ് എന്ത് നടന്നത്? ബദർ യുദ്ധം നടന്നത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-ലുണ്ട്, 4-ലുണ്ട്, 5-ലും 6-ലൊക്കെ റസൂലുള്ളാഹി ഉണ്ടല്ലോ. എന്നാൽ എന്തേ റമദാൻ 17-ന് സ്പെഷ്യലായി? 16-നും 18-നും ഇല്ലാത്ത സ്പെഷ്യൽ എന്താ റസൂലുള്ളാഹി ചെയ്തത്? ഒന്നുമില്ല. നാട്ടില് പുതിയത് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയും, ഒരു മനുഷ്യനെങ്കിലും ആ മെസ്സേജ് കൈമാറി കൊടുത്താൽ, ആ മനുഷ്യന് ഹിദായത്ത് കിട്ടിയാൽ വലിയ പുണ്യല്ലേ നമുക്കത്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ ആദർശത്തിന്റെ ഒരു വിശുദ്ധിയുണ്ട്, ആ ഒരു കൃത്യതയുണ്ട്. അത് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആ വിശുദ്ധിയും കൃത്യതയുമാണ്. അതങ്ങനെ തന്നെ നാം പാലിക്കുക, ആ നിലക്ക് തന്നെ കൈമാറി കൊടുക്കുക. നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ടവരാണ്. എന്ന് പോകേണ്ടി വരും അറിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാനും ദിവസം പറഞ്ഞാൽ ഈ നോമ്പിന് തന്നെ ഒരു 3-4 ദിവസങ്ങൾക്കപ്പുറം, നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് കൊണ്ടോട്ടിക്കടുത്ത് നമ്മുടെ ഒരു സഹോദരൻ സുബഹയ്ക്ക് പള്ളിക്ക് നിസ്കരിക്കാൻ വന്നതാണ്. ജമാഅത്ത് തുടങ്ങാൻ കുറച്ച് മിനിറ്റുകൾ കൂടുണ്ട്. അദ്ദേഹം ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ, ആ സുന്നത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ സുജൂദിൽ കിടന്ന മനുഷ്യൻ മരിച്ചു. ഈ നോമ്പ് അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ സ്ഥിതി. ഈ ഓർമ്മ നമുക്ക് ഉണ്ടാണോ? ആ രീതിയിൽ നമ്മുടെ അതിനനുസരിച്ച് ജീവിതം കൃത്യപ്പെടുത്തണം. നമ്മുടെ മദീനത്തുൽ മുഅ്മിനീൻ നമ്മുടെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവ് നോമ്പിന്റെ ഏകദേശം ഒരു 8-10 ദിവസം മരണപ്പെട്ടു. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യന്റ് ആയിരുന്നു, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കിടപ്പിലായ ആളൊന്നുമല്ല. തന്റെ കാര്യങ്ങളൊക്കെ തോട്ടം നനയ്ക്കുക, അതുപോലെ സംഗതിക്ക് അദ്ദേഹം ചെയ്യാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു മോള് ഏതോ കോളേജിൽ പഠിക്കുന്നുണ്ട്, വയനാട്ടിലേക്ക് ട്രിപ്പ് പോയി
പിന്നെ രാത്രി അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ അവിടെ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് കൂട്ടാൻ വേണ്ടി ഈ പിതാവും അയാളുടെ ഭാര്യ, ഈ കുട്ടിയുടെ മാതാവും കൂടെ പോവാണ്. ഇയാളെന്നെ കാറ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ പോകുന്ന പോക്ക് രാത്രിയാണ്. പോകുന്ന പോക്കില് അയാൾ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഓടി വണ്ടി സൈഡാക്കി നിർത്തി. അദ്ദേഹം ആ ഇരുത്തത്തിൽ ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് അവിടെ കിടന്നു മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിനും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണമാണ്. ആ ഷോക്കിൽ നിന്ന് എപ്പോഴും ആ കുടുംബം മുക്തമായിട്ടില്ല. പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് അള്ളാഹു തിരിച്ചു വിളിച്ചാൽ അപ്പോൾ മടങ്ങി പോകേണ്ടവരാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. അള്ളാഹു ഒരിക്കൽ കൂടെ തന്ന ഈ അവസരം നാം ധന്യമാക്കുക. പാപങ്ങൾ കൊണ്ട് മനസ്സ് കഴുകി ശുദ്ധീകരിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണെങ്കിലോ, ഇത് കുറേ മനുഷ്യന്മാർക്ക് കഴിഞ്ഞ റമദാൻ അവസാനത്തെ റമദാനായിരുന്നു. പോരാ, ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ല, ഈ റമദാൻ തന്നെ അവസാനത്തെ റമദാനാണ്. തുടങ്ങിയപ്പോൾ ആൾക്കാർ ഈ നേരെ പെടില്ല ചിലർക്കൊക്കെ. അപ്പൊ നമ്മൾ ഉള്ള അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിലേക്ക് എപ്പോൾ അവൻ തിരിച്ചു വിളിച്ചാലും വിശ്വാസിയായി മുസ്ലിമായി തന്നെ തിരിച്ചു പോകാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതിനുള്ള തൗഫീഖിന് വേണ്ടി അല്ലാഹു ദുആ ചെയ്യണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് മറക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലെത്തലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, മറക്കാതിരിക്കുക. ആ നരകം അതിഭീകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നരകത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നരകത്തിലെ ആ ഒരു രംഗം, ഒരു ശക്തമായ ദാഹത്തിന്റെ രംഗം പറയുന്നു. സൂറത്തുൽ ഉണ്ടല്ലോ, ദാഹത്തിന്റെ പാരമ്യത കാരണത്താൽ നരകത്തിൽ ഇങ്ങനെ അട്ടഹസിച്ച് മുറവിളി കൂട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യന്മാർ വെള്ളത്തിന് വേണ്ടിയാണ്. ആ സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അല്ലാഹു പറയുന്നു, മുഹിൽ പോലത്തെ ഒരു വെള്ളം. അതായത് ഈ ലോഹങ്ങളൊക്കെ ഉരുകി ഒരു ദ്രവരൂപത്തിൽ ലിക്വിഡായി ഉരുകി ഒഴുകുന്ന രംഗം ആലോചിച്ചു. അതാണ് മുഹിൽ എന്നത്. അങ്ങനെയുള്ള ഒരു തരം വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. കുടിക്കാൻ കഴിയില്ല അത്. പക്ഷെ ദാഹത്തിന്റെ പാരമ്യതയും കൊടുമയും കാരണം ആ മനുഷ്യൻ കുടിക്കാൻ ശ്രമിക്കും. അല്ലാഹു പറയാണ്, യശ്വിൽ വുജൂ, അത് മുഖങ്ങളെ കരിച്ചു കളയും. അത് ബിഅസ ശറാബ്, എത്ര മോശം വെള്ളമാണത്. വസാഅത് മുർതഫഖ, എത്ര മോശം വിശ്രമ സ്ഥലമാണത്. ആ നരകത്തിലെ ആ നരകമോ അതിന് ദാഹമോ സഹിക്കാൻ കഴിയില്ല. ആ നരകത്തിൽ രക്ഷപ്പെടാനാണ്, അതിൽ കൂടെയാണല്ലോ നമ്മുടെ നോമ്പ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഒരു നോമ്പ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോറ്റാൽ 70 വർഷത്തെ യാത്രാ ദൂരം അല്ലാഹു നരകത്തിൽ നിന്ന് അകറ്റുമെന്നാണ്. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ ദാഹം നമുക്ക് സഹിക്കാം. നോമ്പിന്റെ പകലുണ്ടാകുന്ന ദാഹമുണ്ടല്ലോ, സഹിക്കാം. ആ ദാഹം, നരകത്തിലെ ദാഹം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ശക്തമായ വേനലിന്റെ സമയത്ത്, പകൽ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ദാഹത്തിന്റെ, നോമ്പനുഷ്ഠിക്കുമ്പോൾ ദാഹത്തിന്റെ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഈ ദാഹം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ നരകത്തിലെ ദാഹം, ആ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന സന്തോഷമായിരിക്കണം നമ്മളിങ്ങനെ തിളച്ചു വരേണ്ടത്. അല്ലാഹു തആല ആ നിലയ്ക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ, കുറ്റങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ മരിച്ചുപോയ പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.